വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അടി എന്ന് പറഞ്ഞാൽ പൂക്കുറ്റി അടിയൊക്കെ അടിക്കുന്നത്. ബോള് പോകുന്നത് ഓർമ്മയുണ്ട്. തോർത്തുന്നില്ലാത്ത കളിക്കാരൻ. അതെന്തുകൊണ്ടെന്ന് അറിയാമോ? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. 89 ഇന്നലത്തെ 89 ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയേക്കാം, തീർച്ചയായിട്ടും ഉറപ്പായിട്ടായിരിക്കും. ചേട്ടാ, T20 വേൾഡ് കപ്പിൽ ഇന്ത്യ 3ാം കിരീടം സ്വന്തമായി ആക്കിയിരിക്കുകയാണ്. 96 റൺസിനാണ് ഇന്ത്യ ജയിച്ചത് ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ. എന്ത് തോന്നുന്നു ഇതിനെ? നമ്മൾ 3ാമത് T20 കിരീടമാണ് നേടിയിരിക്കുന്നത്. 2007, 2024, 2026. അതെ, 3ാം വേൾഡ് കപ്പാണ് ഇപ്പം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ ഒരു മലയാളിയും ഉണ്ട്. ഏറെ സന്തോഷം. തീർച്ചയായും എല്ലാവരും സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും. ചേട്ടൻ എന്താണ് അനൂപേ, അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത്, ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോഴൊക്കെ തന്നെ ഒരു മലയാളി സാന്നിധ്യം ഉടനീളം ഉണ്ടായിരുന്നു. അത് 83 ഈ പറയുന്ന പോലെ കപിൽ ദേവിന്റെ ചെകുത്താന്മാരെന്നാണ് കേട്ടിട്ടുള്ളത്. 83 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം 5ാം ക്ലാസ്, എൻ്റെ 7ാം ക്ലാസ് ആണ്. അന്ന് ഈ പറയുന്ന പോലെ ക്രിക്കറ്റിന് അത്ര വലിയൊരു, നമ്മുടെ ജനങ്ങളുടെ അത്ര വലിയൊരു ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും കപിലിന്റെ ചെകുത്താന്മാരുടെ ആ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ 2ാമത് ധോണി ആണ് ഈ പറയുന്ന, നമ്മൾ 2020 തന്നെ നമ്മൾ വരുമ്പോൾ ധോണിയുടെ ആ ടീമിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നു 2007. അതെ, 2007. അപ്പൊ ധോണി എന്ന ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻസി നമ്മൾ എടുത്തു പറയേണ്ടത്, അദ്ദേഹം വളരെ കൂളാണ്. അപ്പൊ അവസാന ഓവറിൽ കളി ജയിക്കാനായി പാകിസ്ഥാൻ വളരെ കിണഞ്ഞു ശ്രമിക്കുകയാണ്. അപ്പൊ ആ ക്യാച്ച് ചെന്ന് കൈകൾ ഭദ്രമാകുന്ന ശ്രീശാന്തിന്റെ കയ്യിലാണ്. അപ്പൊ ശ്രീശാന്ത് എന്ന് പറയുന്ന ആ മലയാളിയുടെ മലയാളി സാന്നിധ്യം അവന്റെ ശ്രീശാന്തിന്റെ കയ്യിലേക്കാണ് ഈ പന്ത് തീർച്ചയായിട്ടും. അപ്പൊ അതൊരു വളരെ വലിയൊരു മുഹൂർത്തം. അപ്പൊ അത് നമുക്ക് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2024 നമ്മുടെ രോഹിത് ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ 2020 എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ക്രിക്കറ്റ് വരുന്നത് അറിയാമല്ലോ, IPL. അതായത് അനൂപ, നമ്മള് എന്തുകൊണ്ട് ഈ 2020 ക്രിക്കറ്റിന് ഇത്രയും നമ്മുടെ കളിക്കാർ കാലിബർ ഉള്ളവരായി എന്ന് വെച്ചാൽ IPL വന്നതുകൊണ്ട് തന്നെയാണ്. ഈ കുട്ടി ക്രിക്കറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2008 മറ്റോ സ്റ്റാർട്ട് ചെയ്തതാണ്, അല്ലെ? 2008 മറ്റോ സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ. അപ്പോൾ ഈ 2008 ആരംഭിക്കുന്ന ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് കളിക്കുന്നത് 10 ഓവറൊക്കെയാണ്, അറിയാലോ. 10ഉം 8ഉം ഒക്കെ ഓവറാണ് കളിക്കുന്നത്. 6. അപ്പൊ ഇങ്ങനെ ഈ 6 ഓവർ 5 ഓവർ കളിക്കുന്നത് നമുക്ക് 20 ഓവർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹരമായിരുന്നു. എന്തായാലും 50 ഓവർ കുത്തിയിരുന്ന ഒരു ദിവസം ഇല്ലാതാക്കണ്ടല്ലോ. കുത്തിയിരുന്ന് ഇല്ലാതാക്കണ്ടല്ലോ. കാര്യം പണ്ട് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരുന്ന് ഉണ്ടേ കണ്ടിട്ടുള്ള ചരിത്രം നമുക്കുണ്ട്. അങ്ങനെ വിക്കറ്റ് പോകണം. അന്ന് ഈ പറയുന്ന പോലെ ഈ 2020 വരുമ്പോൾ നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും നമുക്ക് സമയം കൊല്ലണ്ടല്ലോ, നമുക്ക് കളി കാണാമല്ലോ, നല്ല ഫാസ്റ്റ് കളി കാണാമല്ലോ. അങ്ങനെ IPL ഒരു സാന്നിധ്യമാണ് ഇന്ത്യക്ക് ഇത്രയും പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് എടുത്തു പറയേണ്ടത് 1-2 പ്ലെയേഴ്സിനൊക്കെ നമുക്ക് പറയാതെ പോകുന്നില്ല. അജയ് രഹാന എന്ന് പറയുന്ന ഒരു കളിക്കാരനായിരുന്നു. അതെ, അജയ് കെ രഹാന ഇങ്ങനെ ഈ രാജസ്ഥാൻ റോയൽസ് വഴിയാണ് അദ്ദേഹം കളിച്ചു വരുന്നത്. ഈ അജയ് കെ രഹാനയെ തുടങ്ങിയിട്ട് നമുക്ക് ഒരുപാട് പ്ലെയേഴ്സിനെ നമുക്ക് ഇതിൽ പറയാം. ഞാൻ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് പേരുണ്ട്, നമുക്ക് എല്ലാവരെയും എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവരെയും തന്നെ അവരുടെ മെയിനായിട്ട് കളിച്ച നമുക്ക് 2 പേര് എടുത്തു പറയാം. അത് വെച്ചാല് നമുക്ക് ഇപ്പൊ യുവരാജിന്റെ തൂക്ക് സിക്സറുകളൊക്കെ ഓർമ്മയില്ലേ? എന്ത് അടി എന്ന് പറഞ്ഞാൽ പൂക്കുറ്റി അടിയൊക്കെ അടിക്കുന്നത്. ബോള് പോകുന്നത് ഓർമ്മയുണ്ട്. അപ്പൊ ശരിക്കും ആ കളിയുടെ ഒരു ഭയങ്കര വൈബാണ്, നമുക്ക് ഭയങ്കര ആവേശമാണ്. തീർച്ചയായിട്ടും നാട്ടിൻപുറത്ത് നമ്മൾ കാണുന്ന, നമ്മൾ ഈ തെങ്ങിന്റെ ഇടയിലൊക്കെയാണ് നമ്മുടെ പിച്ച് എന്ന് പറയുന്നത്. ഒരു നല്ല ഷോട്ട് അടിച്ചാൽ ഒരു തെങ്ങിന്റെ പോയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിൽക്കുന്നതിനിടയിൽ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 2020 ക്രിക്കറ്റിലേക്ക് ഇന്നലെ നമ്മുടെ ടീമിലേക്ക് വന്ന എല്ലാം ഒന്നിനൊന്നിന് മികച്ച കളിക്കാരാണ്. നമ്മൾ തിലകവർമ്മയൊക്കെ ഇന്നലെ കാണിച്ച ആ ഒരു ശൗര്യം കണ്ടോ? നമ്മുടെ ഇഷാൻ കിഷൻ എന്ന് പറയുന്ന വിക്കറ്റ് എടുത്തു പറയേണ്ട ഇഷാൻ കിഷനെയൊക്കെ നമുക്ക് അറിയാതെ ഇഷ്ടം ഉള്ള എന്തെല്ലാം പ്ലെയർ. സഞ്ജുവും ഇഷാനും കൂടെ ആ ഇന്നിംഗ്സിൽ നിന്ന് നല്ലൊരു സ്കോർ അവർ നേടിക്കൊടുത്തു. അപ്പൊ ഇതില് നമ്മള് പറയേണ്ട ഒരു കാര്യം അനൂപ് എങ്ങനെ അറിയാം, നമ്മൾ ഇന്നലെ ഈ ഫൈനലിന് മുമ്പ് നടന്ന 2 കളികള് സഞ്ജുവിന്റെ ആ സ്കോറിനെ കുറിച്ച് നമ്മൾ പറയണം. സഞ്ജു നേടിയ നോട്ട് ഔട്ട് 97. തുടർച്ചയായി 3 മത്സരത്തിലും സഞ്ജുവിന്റെ ഫോം എന്ന് പറയുന്നത് 97, 89, ഇന്നലെ 89. അപ്പൊ ഇതിൽ 89 എന്തുകൊണ്ട് സഞ്ജു എത്തിയെന്ന് ചോദിച്ചാൽ സഞ്ജു സ്വാർത്ഥനല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? അതെ, അത് നമുക്ക് എടുത്തു പറഞ്ഞത്. എല്ലാവരും ചോദിക്കുന്നു സഞ്ജു എന്താ സെഞ്ചുറി അടിക്കാത്ത. സഞ്ജു കളിക്കുന്നത് ടീമിന് വേണ്ടിയാണ്.
സെഞ്ചുറിക്ക് വേണ്ടിയല്ല കളിക്കുന്നത്. സഞ്ജു ടീമിനെ എങ്ങനെ നല്ല സ്കോറിൽ എത്തിക്കാം. തനിക്ക് സെഞ്ചുറിക്ക് വേണ്ടി കളിക്കണമെങ്കിൽ പുള്ളിക്ക് എല്ലാ കളിയും അങ്ങനെ നോക്കി കളിക്കാം. സഞ്ജുവിനെ സ്വന്തം ഇഷ്ടത്തിന് സ്കോർ തയ്ക്കാനാണെങ്കിൽ നമ്മൾ പണ്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കാണുമ്പോൾ നമ്മൾ കുറ്റം പറയുന്നതല്ല. ഇപ്പൊ ചില പ്രമുഖ കളിക്കാർ പേരൊന്നും നമ്മൾ പറയുന്നില്ല, അവരെല്ലാം തന്നെ ഏതാണ്ട് ഒരു 90 കഴിയുമ്പോഴേ ഒരു ഡിഫൻസ് തുടങ്ങും. കൊട്ടി എങ്ങനെയായാലും ഒരു 10 ബോൾ കളഞ്ഞ് സെഞ്ചുറി ആക്കാൻ. വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ T20 മത്സരത്തില് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് മലയാളി താരമായ സഞ്ജുവാണ്. കോഹ്ലി എന്ന് പറയുന്ന കളിക്കാരനെ സംബന്ധിച്ച് റെക്കോർഡുകളുടെ രാജകുമാരനാണ്. കോഹ്ലി ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു സഞ്ജുവിനെ മാത്രം പൊക്കി ഒരു സ്റ്റോറി ഇട്ടു. നമുക്ക് കാണാൻ ഭയങ്കര സന്തോഷം. ഒരു മലയാളി താരം മാത്രമല്ല തിരുവനന്തപുരംകാരൻ കൂടെയാണ് സഞ്ജു. അപ്പൊ നമുക്ക് തന്നെ ഒരു ഭയങ്കര ആവേശമാണ്. കാരണം സഞ്ജു കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പഴയ പോലെ അല്ല, തിരുവനന്തപുരത്തിന്റെ എന്ന് പറയണ്ട അനൂപ. കാര്യം എന്ന് വെച്ചാൽ സഞ്ജുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സഞ്ജു എല്ലാവരോടും വളരെ പൊളൈറ്റ് അല്ല. നമ്മൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ തിരുവനന്തപുരം നാട്ടിലായോണ്ട് ഞാൻ പറഞ്ഞത് വിഴിഞ്ഞംകാരന്റെ ഒരു അങ്ങനെ ഇന്നലെ ഫ്ലെക്സ് ഒക്കെ അതേപോലെ അടിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ. മാത്രമല്ല ഇന്നലെ തന്റെ പ്രിയ സുഹൃത്തിന്റെ കളി കാണാനായിട്ട് ബേസിൽ ജോസഫും ആ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബേസിലിന്റെ ഒരു ആവേശം നമുക്ക് കാണായിരുന്നു. കാരണം ഒരു സിനിമ നടനാണ്, ഒരു സിനിമ നടന കൂടിയല്ലാതെ സാധാരണക്കാരനെ പോലെ തന്റെ സുഹൃത്തിന്റെ ഇത് കളി കാണാൻ വേണ്ടി ഭയങ്കര ഒരു ബോണ്ട്. അവർ മാത്രമല്ല ഈ ടോവിനോ ഇവരൊക്കെ നല്ലൊരു ബോണ്ട്. സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സഞ്ജുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, സഞ്ജു ഈ മാധ്യമപ്രവർത്തകരോടൊക്കെ തന്നെ വളരെ അടുപ്പമുള്ള ഒരു ചേട്ടാന്ന് വിളിയിൽ സഞ്ജു ചേട്ടനാണ്. എല്ലാവരും അദ്ദേഹം ചേട്ടാന്ന് അങ്ങോട്ട് വിളിക്കും. അപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ശ്രീശാന്തിനെ കോഴയില് പിടിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന പയ്യനെ അവനിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അവൻ പറയുന്നു രാത്രി ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ ഈ സഞ്ജുവിന്റെ ഫോൺ വരുന്നു, ചേട്ടാ ഈ നമ്മുടെ ശ്രീശാന്ത് ചേട്ടന്റെ മുറിയിലേക്ക് പോലീസൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട് എന്ത്. അപ്പൊ അവര് തമ്മിൽ അത്രയും അടുപ്പമുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടർ ആയിരുന്നവർക്ക് ഇപ്പൊ മറ്റു ചാനലിലുണ്ട്, എല്ലാം അടുപ്പമുണ്ട്. പണ്ടത്തെ ഒരു ഏഷ്യന്റെ ഇന്റർവ്യൂല് സഞ്ജു കൊച്ചെന്നപ്പോ ഇത് ചോദിച്ചിട്ടുണ്ട്, എന്താ പേര് സഞ്ജു, എവിടെ വീട്, ഒരു നിഷ്കളങ്കൻ. അന്ന് നമ്മൾ വിചാരിച്ചു ഇന്ത്യൻ ടീമിൽ കസറി വെക്കുന്നത് നാളെ ഒരു ക്യാപ്റ്റൻ ആവേണ്ട ആളും കൂടെ. അത് നമ്മൾ പറയുമ്പോൾ അനൂപെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ 3 കളികളിലും ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന സ്ഥിതിക്ക് സഞ്ജു എന്ന് പറയുന്ന നമ്മൾ ധോണിയിലെ ക്യാപ്റ്റൻസി നമ്മൾ സഞ്ജുവിൽ, കാരണം അദ്ദേഹം ഈ രാജസ്ഥാന്റെ ക്യാപ്റ്റനായിരുന്നു, രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അന്ന് വിക്കറ്റിന്റെ പിറകിൽ നിന്ന് സഞ്ജുവിന്റെ ആ കളി നിയന്ത്രണം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാം ആൻഡ് കൂൾ. ഇപ്പൊ അത് ചെന്നൈ കളിക്കാൻ പോവാണ്. ഇനിയിപ്പോ അടുത്ത മാമാങ്കം ചെന്നൈയിലോട്ട് പോകാൻ, അടുത്ത ചെന്നൈയിലേക്കാണ്. അപ്പൊ അടുത്ത മാമാങ്കം IPL മാമാങ്കത്തിൽ ഇനിയിപ്പോ നമ്മുടെ ഇവരെല്ലാം സഞ്ജു ചേട്ടൻ ഈ സഞ്ജു ചേട്ടൻ ഇനി തകർത്തടിക്കുന്നത് രാജസ്ഥാനിലായിരുന്നു, ഇനി ചെന്നൈയിലോട്ടാണ്. ചെന്നൈ ആവുമ്പോ പ്രത്യേകിച്ച് തെക്ക് നമ്മുടെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ധോണിയുടെ ചെന്നൈ മാത്രമല്ല ഈ 2020 ഇത്രയും സ്കോർ ചെയ്യുന്ന സഞ്ജുവിനെ ഭയങ്കര ഒരു ഇതിലോട്ടാണ് അവർ വരവേൽക്കുന്നത്. ഭയങ്കര ഹൈപ്പിലാണ് ചെന്നൈയിലോട്ട് വരുന്നത്. നമുക്ക് കാണാം ചെന്നൈയിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ഗ്രൗണ്ടിൽ സഞ്ജു തീർക്കുന്ന മാജിക്കുകൾ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ഇത് നമ്മൾ പറഞ്ഞത് ക്ലബ്ബ് ക്രിക്കറ്റിനെ കുറിച്ചാണ്. ഇനിയിപ്പോ സഞ്ജുവിനെ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ജേഴ്സിയിലാണെങ്കിൽ ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത, അദ്ദേഹം 2020 ക്യാപ്റ്റനാകാൻ സാധ്യതയുണ്ട്. സൂര്യകുമാർ യാദവ് 2020 കഴിഞ്ഞത് പടിയിറങ്ങുന്ന വാർത്തകൾ കേൾക്കുന്നു. ഇത് റൂമേഴ്സ് ആണ്. നല്ലൊരു ക്യാപ്റ്റനാണ് സൂര്യകുമാറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൂര്യകുമാർ നല്ലൊരു ക്യാപ്റ്റനാണ്. നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രൗണ്ടിൽ ഇപ്പൊ ഈ സ്കോർ ഇത്രയും എടുത്തു, സ്കോറിൽ സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഭയങ്കര അവിടെ ആ സ്റ്റേഡിയത്തിൽ ഏറ്റവും നല്ല സ്കോറാണ് ഇന്ത്യ ഭാഗ്യക്കേടുള്ള ഗ്രൗണ്ട് ഒന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതെ ഭാഗ്യക്കേട് ആ ഗ്രൗണ്ടിലാണ് ഇന്ത്യ നല്ല സ്കോർ ചെയ്തത്. നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്റ്റേഡിയമാണ്, ഒന്ന് ഓർക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ നമുക്കത് പറഞ്ഞു വെക്കാം. അതായത് ഓപ്പണേഴ്സ് ആയിട്ട് സഞ്ജുവും പിന്നെ അഭിഷേക് സത്യത്തിൽ അത് നമ്മൾ എടുത്തു പറഞ്ഞില്ല. അഭിഷേക് കഴിഞ്ഞ കളികളിൽ ഫോം ഔട്ട് ആയിരുന്നു. അപ്പോ സഞ്ജു കൊടുത്ത ഒരു അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലും അഭിഷേക് ഫോം ആകും, അഭിഷേക് കളിക്കും, അഭിഷേകിന് കളിക്കാൻ കഴിയുമെന്നൊരു വാക്ക് സഞ്ജു പറഞ്ഞു. സഞ്ജുവിനെ കുറിച്ചല്ല സഞ്ജു പറഞ്ഞത്. ദെൻ അഭിഷേക് കളിക്കും, കൂടെ നിൽക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നു, അതാണ് മെരിറ്റ് ഇതിലാക്കുന്നതാണ് സഞ്ജുവിന്റെ സഞ്ജുവിന്റെ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു പാവം ചെറുക്കൻ, ഒരു പാവം മലയാളി ചെറുക്കൻ. ആ ഒരു സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ അജിത് അഗാർക്കർ എന്ന് പറയുന്ന ടീം സെലക്ടർ ഉണ്ടല്ലോ, ഇവരെല്ലാം എത്രത്തോളം ഈ കളിക്കാരനെ മാറ്റി നിർത്തിയെന്നുള്ളത്. അജിത് അഗാർക്കർ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു ബൗളറാണ്. അയാളാണ് ഈ ടീം സെലക്ടറിൽ ഇപ്പോൾ ഉള്ളത്. എന്തുമാത്രം ഉത്തരേന്ത്യൻ ലോബി ഈ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തി. അവിടെയും നമ്മൾ എടുത്തു പറയേണ്ട ഗൗതം ഗംഭീർ എന്ന് പറയുന്ന കോച്ചിനെയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നത് വേറൊന്നുമല്ല, പാകിസ്ഥാനിലെ പല കളിക്കാരും ഇപ്പോൾ നമ്മുടെ
ഷൊയ്ബ് അക്തർ ഓർമ്മയുണ്ടല്ലോ, ഷൊയ്ബ് അക്തറിന് ഓർമ്മയുണ്ടല്ലോ. ഈ ഷൊയ്ബ് അക്തർ ഉൾപ്പെടെയുള്ള കളിക്കാരൊക്കെ തന്നെ പറയുന്നത് ഗൗതം ഗംഭീർ ആണ് സഞ്ജുവിനെ ചേർത്ത് നിർത്തിയത്. നീ അടിച്ചോ, പലരും അകത്തി നിർത്തിയ സഞ്ജുവിനെ ക്യാപ്റ്റനാണ് അല്ല ക്യാപ്റ്റൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, സൂര്യകുമാർ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കാര്യം സൂര്യകുമാർ ചോദിച്ചു ഇത്രയും പ്രഗത്ഭരായ കളിക്കാർ, കാരണം നമുക്കറിയാം ഈ ടൂർണമെന്റിൽ തന്നെ എത്രയോ കളികളിൽ സഞ്ജുവിനെ മാറ്റി നിർത്തി. സഞ്ജുവിനെ മാറ്റി നിർത്തുമ്പോൾ സൂര്യകുമാർ പറയുന്നത് ഞാൻ ആരെ മാറ്റണം, അഭിഷേക് ശർമ്മ ഏറ്റവും നല്ല പ്ലെയർ, ദെൻ അടുത്ത ഇഷാൻ കിഷൻ ഏറ്റവും നല്ലൊരു പ്ലെയർ, തിലക് സൂര്യകുമാർ ക്യാപ്റ്റൻ പറയുക, പിന്നെ തിലക് വർമ്മ ഏറ്റവും നല്ല പ്ലെയർ, ഇത്രയും എടുത്തു പറയേണ്ട കളിക്കാര്. പിന്നെ നമുക്ക് ശിവൻ ദുബെ പറയാനുണ്ട്, ശിവൻ ദുബെ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ടീമിനെ കുറിച്ച് മാത്രമേ ഈ കളിയിൽ നമുക്ക് സംസാരിക്കാനുള്ളൂ. കാര്യം ന്യൂസിലൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ രുജിൻ രവീന്ദ്ര എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ പിന്നെ വംശജനുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും ദേഷ്യമാണ് ഉണ്ടായത്. ഇയാള് ബൗൾ ചെയ്താണ് നമ്മുടെ അഭിഷേക് ഔട്ടാകുന്നത്, ഓർമ്മയുണ്ടല്ലോ. അതായത് പിന്നെ പുള്ളിക്ക് ഇന്നലെ കുറെ പോസ്റ്റർ വന്നു, പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഇന്ത്യയുടെ ഗാനം കേട്ടപ്പോഴേ. എന്നിട്ട് കുറെ പോസ്റ്റർ വന്നല്ലോ, പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ട പുള്ളി ഓപ്പോസിറ്റ് ടീമിൽ കളിക്കുന്നു. ദേഷ്യം ഉണ്ടായി. കാര്യം ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇന്ത്യൻ ടീമില് നമ്മുടെ അഭിഷേക് ഔട്ടാകുന്നത്, 2-3 സ്റ്റംപിംഗ് ഉണ്ടാകുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചല്ലോ, ബുംറയാണ് പറഞ്ഞയക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഈ കളിയെ കുറിച്ച് നമ്മൾ പറയായിരുന്നു. പിന്നെ ബൂമറ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. എന്ത് സ്റ്റംപിംഗ് ആയിരുന്നു. ലാസ്റ്റ് അവസാനത്തെ ഓവർ എടുക്കുമ്പോൾ എത്ര റൺസ്, 4 വിക്കറ്റിൽ 24 റൺസേ പോയിട്ടുള്ളൂ. 4 ഓവറിൽ 4 വിക്കറ്റിൽ വേറെ 24 എന്തോ ആണ് റൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബെസ്റ്റ് ബൗളർ ഓഫ് ദ. എനിക്ക് അറിവ് ചോദിക്കാനുള്ളത് ഇഷാൻ കിഷന്റെ 2 ക്യാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്യാച്ചായിരുന്നു, അടിപൊളി ക്യാച്ച്. അതൊക്കെ നമുക്ക് കണ്ട കളി കാണുന്നവർക്ക് മനസ്സിലാവും, നമുക്ക് ആ ത്രില്ലിങ്. ഇത് വൈബായിരുന്നല്ലേ? അതെ, സത്യത്തിൽ അത് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എന്റെ റൂമിന്റെ താഴെ കുറച്ച് കുട്ടികൾ കളി കാണുന്നുണ്ട്, അവിടെയൊക്കെ പൊട്ടിത്തെറിക്കായിരുന്നു. കാര്യം ഇവന്റെ ക്യാച്ച് എന്ന് പറഞ്ഞാൽ കിട്ടില്ല ക്യാച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആ കളി. അപ്പൊ ഇതിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് വെക്കാനുള്ളത് സഞ്ജു വി സാംസൺ എന്ന തിരുവനന്തപുരത്തുകാരൻ, സഞ്ജു വി സാംസൺ എന്ന തിരുവനന്തപുരത്തുകാരൻ എന്നതിനേക്കാൾ ഉപരി സഞ്ജു വി സാംസൺ എന്ന സ്വാർത്ഥതയില്ലാത്ത കളിക്കാരൻ. അതെന്തുകൊണ്ടെന്നറിയാമോ? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. പുള്ളി കഷ്ടപ്പെട്ട് ഈ ലെവലിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പുള്ളിയുടെ കഷ്ടപ്പാടാണ്. തീർച്ചയായിട്ടും ആരൊക്കെ പുള്ളി അകത്തി മാറ്റിയാലും ഇന്ന് പുള്ളി സ്വന്തം കഴിവുകൊണ്ട് ഇന്ത്യൻ ടീമിൽ ഇതാ ഈ 3 കളിയിലും 50 മേൽ റൺ എടുത്ത് ഇന്ത്യയുടെ മികച്ച പ്ലെയറായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നാളെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയേക്കാം, തീർച്ചയായിട്ടും ഉറപ്പായിട്ടായിരിക്കും. തീർച്ചയായിട്ടും 2020 ക്യാപ്റ്റനും അദ്ദേഹം 50 ഓവറിലേക്ക് കളിക്കാനുള്ള ഒരു ടീം അംഗം എന്ന രീതിയിൽ 50 ഓവർ ടീമിലേക്കും ടെസ്റ്റിലേക്കും സഞ്ജു എത്താനുള്ള സാധ്യതയുണ്ട്. ടെസ്റ്റ് ടീമിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ടീമിന്റെ വിജയം പൂർത്തിയാകുമ്പോഴേക്കും സഞ്ജു എന്ന പുതിയൊരു താരം കൂടെ പിറവിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു അഹങ്കാരം സഞ്ജുവിന് ഉണ്ടാകില്ല എന്ന് കൂടെ നമുക്ക് എടുത്തു പറയാം.